ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ഡാൻസ് മാരത്തോൺ ടാസ്ക് ആണ് ലൈവിനകത്ത് നടന്നുകൊണ്ടിരുന്നത്. ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. മലയാള സിനിമയിലെ കൾട്ട് ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് പിടിച്ചു വേണം ഈ ടാസ്ക് അവസാനിക്കുന്നത് വരെ നിൽക്കാനായിട്ട്. പാട്ട് പ്ലേ ചെയ്യുമ്പോൾ ലിവിംഗ് റൂമിൽ നടക്കുള്ള ആ ഒരു സ്റ്റേജിൽ പോയി നിന്ന് ഡാൻസ് കളിക്കണം. ഇതാണ് ഈ ഒരു ടാസ്ക്. ആ ഒരു സ്റ്റേജ് സെറ്റിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ നല്ല കിഡുമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സീസൺ 3-5 ഉണ്ടായിരുന്ന ഒരു ടാസ്ക് ആണ്, ക്ലാസിക് ടാസ്കുകൾ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ സീസണിലേക്ക് വരുമ്പോ എന്തൊക്കെ ചെയ്തിട്ട് ഒരു മെനയാവുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ട്. അത് എന്താണെന്ന് പറയാം. ഡാൻസ് പെർഫോമൻസ് ഒക്കെ കിടുവാണ്, മേക്ക് ഓവറും പിന്നെ ഔട്ട്ഫിറ്റുകളും ഒന്നും ഒരു രക്ഷയില്ല. മെനയാവുന്നില്ലല്ലോ എന്ന് തോന്നിയത് സ്റ്റേജിന് പുറത്തുള്ള അവരുടെ ആ ഒരു പെർഫോമൻസ് ആണ്. കോമഡി അടിക്കാനായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. നമ്മളിങ്ങനെ റെപ്യൂട്ടേഷനും ഫീൽ ചെയ്യുന്നുണ്ട്. ആര്യനാണെങ്കിലും അനീഷ്, പിന്നെ സാബുമാൻ, ലക്ഷ്മി, അനുമോള് എല്ലാവരും തന്നെ നന്നായിട്ട് ക്യാരക്ടർ പിടിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. ആരും അങ്ങനെ വിട്ടുപോകുന്നതായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ഈ കോമഡി ഫാക്ടർ അതിൻ്റെ അകത്ത് വരുന്നില്ല. എല്ലാവരും ഇങ്ങനെ പെർഫോം ചെയ്ത് നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാന്നല്ലാതെ അതിൻ്റെ അകത്തൊരു കോമഡി പരിപാടി ഒന്നും വർക്കൗട്ട് ആവുന്നതായിട്ട് തോന്നിയില്ല. നമ്മൾ 3-ലും 5-ലും കിട്ടിയ ആ ഒരു എലമെന്റ് കിട്ടിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ ലക്ഷ്മിക്ക് കിട്ടിയത് കസ്തൂരി എന്ന ഒരു സോങ് ആണ്. അനീഷിന് കിട്ടിയത് ജോക്കർ സിനിമയ്ക്കകത്ത് ബാബു എന്ന ഒരു ക്യാരക്ടറും പിന്നെ കണ്ണീർ മഴയത്ത് എന്ന ഒരു സോങ്ങുമാണ്. സാബുമാന് ഭൂതങ്ങളുടെ റോളാണ് കിട്ടിയത്. ഈ പട്ടണത്തിൽ ഭൂതം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് പാട്ടാണ് സാബുമാന് കിട്ടിയത്. ഷാനവാസ് ക്യാരക്ടർ അങ്ങ് ജീവിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മുള്ളംകൊല്ലി, വേലായുധൻ, വേൽമുരുക ആ ഒരു ഇതാണ് ലാലേട്ടന്റെ റോള്. പിന്നെ കറക്റ്റ് റോളാണ് കൊടുത്തത്. ബിന്നിക്ക് കൊടുത്തത് സിക്കന്ദറിന്റെ റോളാണ്, പഞ്ചാബി ഹൗസിലെ സിക്കന്ദർ. അത് നെവിന് കൊടുക്കാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ. നെവിൻ നല്ല സൈലന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നൂറയ്ക്ക് കൊടുത്തത് കാർത്തുമ്പിയുടെ റോളാണ്. നൂറയും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2 പെർഫോമൻസ് ആണ് ലൈവിനകത്ത് കഴിഞ്ഞത്. ആദ്യത്തേത് ഷാനവാസിന്റെ പെർഫോമൻസ് ആയിരുന്നു. വേൽമുരുക സോങ് ഇട്ടിട്ട് തകർത്ത് വാരുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു ഡാൻസ് പെർഫോമൻസ്. പിന്നെ ഇപ്പൊ കുറച്ച് മുമ്പ് ആര്യന്റെ പെർഫോമൻസ് കഴിഞ്ഞു. മായാമോഹിനി സിനിമയ്ക്കകത്ത് ഉള്ളിൽ കൊതി വീടരും ആ ഒരു സോങ് ആണ്. അത് മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ലൈവിനകത്ത്. എല്ലാവരും ഇങ്ങനെ കോമഡി അടിക്കാനായിട്ട് കഷ്ടപ്പെട്ട് നടക്കുന്ന ഒരു കാഴ്ചയാണ്. അതിനൊരു കാരണം ബിഗ് ബോസ് ഇങ്ങനെ ഈ കൊടുത്തിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെ വീണ്ടും കൊടുത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. മലയാള സിനിമ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിന് സമ്പന്നമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ലാലേട്ടൻ്റെ തന്നെ എത്രയോ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. പിന്നെ നമ്മുടെ മഹാരഥന്മാരായിട്ടുള്ള കോമഡി ആക്ടേഴ്സ് എന്തുമാത്രം നല്ല നല്ല റോൾസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ഏതൊക്കെ എടുത്ത് കൊടുക്കാം. ഈ കൊടുത്ത റോളുകൾ തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും കൊടുത്ത് നമുക്ക് റിപ്പീറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പം കിലുക്കത്തിലെ രേവതിയൊക്കെ ഒരുപാട് തവണ നമ്മളിങ്ങനെ കണ്ട് വന്ന സംഭവങ്ങളാണ്. അപ്പൊ അതൊക്കെ മാറ്റി കൊടുക്കുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. അതിങ്ങനെ റീയൂസ് ചെയ്ത് നമ്മളത് ഒരുപാട് തവണ കണ്ടുവരുന്നത് കൊണ്ട് വീണ്ടും കണ്ടിരിക്കുമ്പോൾ ഒരു രസം തോന്നുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു ടാസ്ക് നല്ല രീതിയിൽ തന്നെ എല്ലാവരും ചെയ്യും. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മുടെ ഒരു ആസ്വാദനത്തിന്റെ കാര്യമാണ് പറയുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.